തനിക്കെതിരായ പീഡന പരാതി വ്യാജമോ? വ്യാജമെന്ന് ഉറച്ചു പറയുകയാണ് നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന്. വാർത്താസമ്മേളനം വിളിച്ചത് അധികം വൈകിപ്പിക്കാതെ തന്നെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്നാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് താൻ കടക്കുകയാണ് എന്നുകൂടി നിവിൻ പോളി വ്യക്തമാക്കുകയാണ്. ഈ പ്രതിപട്ടികയിൽ 6ാമത്തെ പേരുകാരനായാണ് നിവിൻ പോളി ഉൾപ്പെടുന്നത്. ഇതിൽ നിർമ്മാതാവിനെ അറിയാം, സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഈ 6 പേരിൽ ഒരാൾ എന്നുള്ളത് നിവിൻ പോളി പറയുന്നു. മറ്റുള്ളവരെ തനിക്കറിയില്ല. ഈ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നുവെന്നാണ് നിവിൻ പോളി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇത് കെട്ടിച്ചമച്ച ആരോപണമാണ്. നേരത്തെയും ഇതേ വ്യക്തി പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്നതാണ് നിവിൻ പോളി പറയുന്നത്. അതായത് ഈ പീഡന കേസ്, ഈ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് നിവിൻ പോളി എന്ന നടൻ. പരാതിക്കാരിയെ അറിയില്ല എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു നിവിൻ പോളി. നമുക്കൊപ്പം അൽ അമീനും അർജുൻ മട്ടന്നൂരുമുണ്ട്. അൽ അമീൻ, അർജുൻ മട്ടന്നൂർ, കെട്ടിച്ചമച്ച ഒരു കേസാണിതെന്നാണോ നിവിൻ പോളി പറഞ്ഞു വെക്കുന്നത്? മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കേസിന്റെ സ്വഭാവം പരിഗണിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ പരസ്യമായി പ്രതികരിക്കാനാവില്ല എന്ന് നിവിൻ പോളി സൂചിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം വളരെ കോൺഫിഡൻസോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സുജിയ നിവിൻ പോളി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഇത് മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട്, ഇതിന് പിന്നിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ നിയമപരമായി മുന്നോട്ട് പോകും, അതിനേതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന് കൂടി നിവിൻ പോളി പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേസ് വന്നാൽ അത് ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ, അതിന് തയ്യാറാണ്. പക്ഷേ ഈ ആരോപണം അത് മുൻപ് ഉയർന്നു വന്നപ്പോൾ തന്നെ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിച്ചതാണ്. പക്ഷേ അന്ന് ഇത്തരത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത പരാതിക്കാരിക്ക് പിന്നാലെ പോയി സമയം പാഴാക്കേണ്ടതില്ല എന്നുള്ള നിയമോപദേശവും സുഹൃത്തുക്കളുടെ ഉപദേശവും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അങ്ങനെ പോകാത്തത്. അത് അങ്ങ് ഒഴിവാക്കി വിടുകയായിരുന്നു എന്നുള്ളതാണ് നിവിൻ പറയുന്നത്. ഒരു തരത്തിലും ഈ പരാതിക്കാരെ തനിക്ക് അറിയില്ല, ഒരു പരിചയവുമില്ല, ഒരു ബന്ധവുമില്ല എന്ന് നിവിൻ പോളി പറയുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പരാതിയിൽ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് പരാതിക്കാരിയും മൊഴി നൽകിയിരിക്കുന്നത്, ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ആ 6 പേരിൽ ഒരാളെ മാത്രമേ തനിക്ക് അറിയുകയുള്ളൂ എന്നും നിവിൻ പോളി പറയുകയാണ്. പ്രൊഡ്യൂസർ സുനിൽകുമാറിനെ മാത്രമാണ് തനിക്ക് പരിചയം, മറ്റാരുമായും തനിക്ക് ഒരു പരിചയവുമില്ല എന്ന് കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. 1.5 മാസം മുമ്പും ഇതേ പരാതിക്കാരി തനിക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. അന്ന് പരാതിയിലെ കണ്ടന്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി താൻ ഓർക്കുന്നില്ല എന്നുകൂടിയും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അന്ന് നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, ഒന്നുകിൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്, 1.5 മാസം മുമ്പ് നൽകിയ പരാതിയിൽ സെക്ഷൽ ഹറാസ്മെന്റ് സംബന്ധിച്ച്, ലൈംഗിക അതിക്രമം സംബന്ധിച്ച്, ബലാത്സംഗം സംബന്ധിച്ച്, പീഡനം സംബന്ധിച്ച് ഒരു ആരോപണവും ആക്ഷേപവും ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. ശാരീരികമായി ഉപദ്രവിച്ചു, സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നുള്ള പരാതി മാത്രമായിരുന്നു അന്ന് ഈ പരാതിക്കാരി പരാതിയായി നൽകിയിരുന്നത്, പോലീസിന് മൊഴിയായി നൽകിയിരുന്നത്. അതിനു തന്നെ തെളിവ് ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ട് കേസ് ക്ലോസ് ചെയ്തു, മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മൊഴി നൽകിക്കൊണ്ട് പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി പരാതി നൽകിയതും മൊഴി നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതും. ഏതായിരുന്നാലും ഈ പരാതിയിൽ സ്വാഭാവികമായും ഒരു തുടരന്വേഷണം ഉണ്ടാകും, പരാതിക്കാരിയിൽ നിന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകും, അത് മറ്റു തെളിവ് ശേഖരണം ഉൾപ്പെടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെളിവോ മറ്റോ ഹാജരാക്കാൻ ഈ പരാതിക്കാരിക്ക് സാധിക്കുമോ എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആദ്യ പരാതി പരിഗണിച്ചപ്പോൾ തന്നെ ഈ പരാതിക്കാരി ആ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമായിരുന്നു. അങ്ങനെ സാധിച്ചില്ല എന്ന് അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറയുമ്പോൾ നിവിൻ പോളി പറയുന്നത് പോലെ ഇത് കെട്ടിച്ചമച്ചൊരു പരാതിയാണോ, വ്യാജ ആരോപണമാണോ, ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ടയോ താല്പര്യമോ ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും സംശയിക്കും. നമുക്കറിയാം, പല ചലച്ചിത്ര താരങ്ങൾക്കെതിരെയും ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പലരും ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയോ കാണാമറയത്തേക്ക് പോവുകയോ അങ്ങനെ ഇരുന്നു കൊണ്ട് നിയമ നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വ്യത്യസ്തനാവുകയാണ് നിവിൻ പോളി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഈ കേസ് വന്നപ്പോൾ തന്നെ, ഈ ആരോപണം വന്നപ്പോൾ തന്നെ നിവിൻ പോളി സമൂഹ മാധ്യമത്തിലൂടെ തന്റെ നിലപാട് പറയുന്നു. വ്യാജമായിട്ടുള്ള പരാതിയാണ്, വ്യാജമായിട്ടുള്ള ആരോപണമാണ്, ഇത് തെളിയിക്കുന്നതിന് നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ നിലപാട് പറഞ്ഞതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് താൻ ഒളിച്ചോടാനില്ല, താൻ ഇവിടെ തന്നെ ഉണ്ടാകും, ഇനിയും പ്രതികരിക്കേണ്ടി വന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താൻ തയ്യാറാണ്, അന്വേഷണ സംഘം വിളിച്ചാൽ സ്വാഭാവികമായും അവർക്ക് മുന്നിലും താൻ ാകുമെന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു പോകാനോ ഒഴിഞ്ഞു മാറാനോ ഇല്ല എന്ന് അദ്ദേഹം നിലപാട് പറയുമ്പോൾ വന്നിറങ്ങുമ്പോൾ തന്നെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയില്ലായിരുന്നു, ശരീരഭാഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീർച്ചയായും അത് വ്യക്തമായിരുന്നു. അല്ലമീൻ, ഞാൻ അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി പോവുകയാണ്.